ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നിങ്ങൾ ഒരു കെ ഡ്രാമ ലവർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രാമകളിൽ ഒന്ന് തന്നെ ആയിരിക്കും ഗോബ്ലിൻ എന്ന കെ ഡ്രാമ. അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫാന്റസി റോം കോം ടൈപ്പിൽ വരുന്ന മറ്റൊരു ഡ്രാമയാണ് റീസെന്റ് ആയിട്ട് 2026 റിലീസായിട്ടുള്ള നോ ടെയിൽ ടു ടെൽ എന്ന ഒരു ഫാന്റസി റോം കോം കെ ഡ്രാമ. ഈ കെ ഡ്രാമകളിലൊക്കെ നമ്മൾ കണ്ടു നടന്നിട്ടുള്ള ഈ 9 ടെയിൽഡ് ഫോക്സും ഡൈറ്റീസും ഒക്കെ ഈ ഒരു ഡ്രാമയിൽ ഉണ്ടെങ്കിൽ പോലും ബാക്കി ഡ്രാമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. സോ കൂടുതൽ പറഞ്ഞ് ലാക്കടിപ്പിക്കാതെ നമുക്ക് നേരെ ഇപ്പോൾ ഡ്രാമ കണ്ടാലോ. അങ്ങനെ ഈ ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ വയസ്സായിട്ടുള്ള ഒരു മുത്തശ്ശൻ എന്തിനു വേണ്ടി കാട്ടില് ഇങ്ങനെ സെർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലേഡി അവന്റെ മുമ്പിലേക്ക് വന്നിട്ട് അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു പച്ചമരുന്നിന്റെ സ്ഥലമൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താൻ പറയാണ്ട് തന്നെ ഇതെങ്ങനെയാണ് അവൾ മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ ആ ഒരു ലേഡി അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മൾ കാണിക്കുന്നത് പണ്ട് കാലങ്ങളിലെ ഒരു വിവാഹ ചടങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രൈഡിനെ ആയിരുന്നു. വളരെ സുന്ദരിയായിട്ടുള്ള ആ ഒരു ബ്രൈഡിനെ ആകട്ടെ അവളുടെ സെർവൻസ് എല്ലാരും കൂടി ഒരുക്കിക്കൊണ്ടിരിക്കെ തന്നെ അവൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ട് അവൾ ബാക്കി എല്ലാവരോടും പോവാൻ പറയുകയും ഒരൊറ്റ സെർവന്റിനോട് അവിടെ നിന്ന് എണീക്കരുതെന്നും പറയുമ്പോഴാണ് അത് ശരിക്കും അവളുടെ സെർവന്റ് ഒന്നും അല്ലെന്നും നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ലേഡിയിലെ അവള് തന്നെയാണെന്ന് നമ്മൾ കാണിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലേഡി, അതായത് നമ്മളുടെ ഈ ഒരു കഥയിലെ നായിക, ശരിക്കും ഒരു 9 ടെയിൽഡ് ഫോക്സ് ആയിരുന്നു. ഈ കൊറിയൻ ഐതിഹ്യങ്ങളിലൊക്കെ ഈ ദൈവത്തിന്റെ പോലുള്ള പവേഴ്സും മനുഷ്യന്മാരായിട്ടോ ആരുടെ വേണമെങ്കിലും രൂപത്തിലേക്ക് മാറാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആണ് ഈ 9 ടെയിൽഡ് ഫോക്സുകൾ. അവരുടെ ഭാഷയിൽ അതിനെ ഗുമിഹോ എന്നാണ് പറയപ്പെടുന്നത്. ആക്ച്വലി അവള് മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ബ്രൈഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയും യഥാർത്ഥത്തിൽ ഒരു ഗുമിഹോ തന്നെയായിരുന്നു. പക്ഷെ അവളാകട്ടെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോ ഫൈനലി ഒരു മനുഷ്യനായിട്ട് മാറിയിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ വിവാഹം കഴിച്ച് മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് പോവാണ്. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം ഈ ഗുമിഹോകൾക്ക് ഒരു മനുഷ്യനായിട്ട് മാറാനായിട്ട് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. അങ്ങനെ അവരുടെ വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ ഇരിക്കുമ്പോൾ നമ്മളുടെ നായികയായിട്ടുള്ള ആ ഒരു ഗുമിഹോ ആകട്ടെ കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് ഒരുപാട് വർഷം തന്റെ ഒപ്പം ഉണ്ടായിരുന്ന തന്റെ സ്വന്തം സഹോദരിയായിട്ട് കാണുന്ന ഒരു ഗുമിഹോയിൽ നിന്ന് മനുഷ്യനായി മാറിയിട്ടുള്ള ആ ഒരു ബ്രൈഡിന്റെയും ഗ്രൂമിന്റെ ഒക്കെ വിവാഹ ചടങ്ങുകളൊക്കെ കണ്ടു നിൽക്കവേ തന്നെ അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ഫ്യൂച്ചർ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതില് അവളുടെ സിസ്റ്റർ ആയിട്ടുള്ള ഈ ഗുമിഹോക്ക് ആകട്ടെ ഒരു മനുഷ്യനായി മാറിയത് കാരണം കൊണ്ടും മറ്റൊരു മനുഷ്യനെ വിവാഹം കഴിച്ച കാരണം കൊണ്ടും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ഫ്യൂച്ചറിൽ വലിയ പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവുന്നതും അവർ ഒരുപാട് കഷ്ടപ്പെട്ട് നരകിച്ച് ഏറ്റവും അവസാനം മരണത്തിന് കീഴടക്കുന്നതൊക്കെ അവളിങ്ങനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. ആക്ച്വലി ഈ ഗുമിഹോകൾക്ക് ഇങ്ങനെ ഫ്യൂച്ചർ കാണാനായിട്ടുള്ള ഒരു കഴിവും കൂടിയുണ്ട്. മാത്രല്ല ഈ ഗുമിഹോ ആകട്ടെ അങ്ങനെ ഒരു മനുഷ്യനായിട്ട് കൺവേർട്ട് ചെയ്ത കാരണം കൊണ്ടാണ് അവളുടെ ലൈഫ് ഇത്രയും മിസറബിൾ ആയതെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നായിക ഇനി എന്ത് വന്നാലും താൻ ഒരിക്കലും ഒരു മനുഷ്യനായിട്ട് കൺവേർട്ട് ചെയ്യില്ലെന്നും അവൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രസന്റ് ടൈമാണ്. ഇപ്പോൾ നമ്മുടെ നായകനായിട്ടുള്ള കങ് സിയോളിനെ കാണിക്കുന്നുണ്ട്. അവനാകട്ടെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഇപ്പൊ തന്നെ ഫുട്ബോളിലെ നാഷണൽ ടീമിന്റെ കോച്ചൊക്കെ വന്നിട്ട് അവരുടെ ടീം മെമ്പേഴ്സിന്റെ കളികളൊക്കെ കാണുമ്പോൾ അതിൽ അവർ പ്രത്യേകം തന്നെ നമ്മുടെ കങ്ങിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതേ നേരം തന്നെ അവരുടെ ലോക്കൽ ആയിട്ടുള്ള ഫുട്ബോൾ കോച്ച് ആകട്ടെ നമ്മുടെ കങ്ങിനെ ഫോക്കസ് ചെയ്യാണ്ട് വൂ സിയോക്ക് എന്ന് പറഞ്ഞ മറ്റൊരു പ്ലെയറിനെ ഫോക്കസ് ചെയ്ത് അവന് പന്ത് കൊടുക്കാനൊക്കെ പറയുന്നത് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷെ കങ് ആകട്ടെ അവന്റെ ലോക്കൽ കോച്ച് പറയുന്ന കേൾക്കാണ്ട് പന്ത് വൂ സിയോക്കിന് കൊടുക്കാണ്ട് നേരെ ഗോളൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് അവന്റെ ആ ഒരു ലോക്കൽ കോച്ച് ഇപ്പോൾ അവനെ മാറ്റി നിർത്തിയിട്ട് താൻ പറഞ്ഞത് കേൾക്കാണ്ട് വൂവിന് ബോളൊന്നും കൊടുക്കാണ്ട് തന്നെ ഗോൾ അടിച്ച കാരണം കൊണ്ട് അവനോട് ദേഷ്യപ്പെട്ടു അവനെ അടിച്ച് അവന് പണിഷ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നീ ഈ ക്ലബിൽ ഫീസൊന്നും അടച്ചിട്ടല്ല പഠിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ അതിനുശേഷം അവൻ തന്റെ ബാക്കി ടീം മെമ്പേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവിടെ വൂനെയും അവന്റെ അച്ഛനെയും അവൻ കാണുന്നുണ്ട്. ശരിക്കും ഈ കോച്ച് എന്തിനാണ് വൂനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൂവും അവന്റെ അച്ഛനും ആക്ച്വലി വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പൈസയും ഫേവറസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കോച്ച് എപ്പോഴും വൂനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും ഫീസൊന്നും കൊടുക്കാൻ മാർഗമില്ലാതെ പാവം നമ്മുടെ കങ്ങിനെ അതിനടിച്ചമർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മൾ ലിയൂൺ എന്ന വലിയ ഒരു
ഒരു ബിസിനസ് മാനെ കാണിക്കുകയാണ്. പണത്തിന്റെ മുകളിൽ അഹങ്കരിച്ച് ഈ ലോകത്ത് പണം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും തങ്ങൾക്ക് കോൺക്വർ ചെയ്യാം എന്ന അഹംഭാവത്തോടെ തന്നെ നടക്കുന്ന ഈ ലീ ഇപ്പോൾ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു മീറ്റിംഗ് ഹാളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഇപ്പൊ ചെറിയ ഒരു വോട്ടിംഗ് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനിൽ നമ്മുടെ നായികയായിട്ടുള്ള ഗുമിഹോ കയറി വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവള് ഇപ്പൊ അവളുടെ പവേഴ്സൊക്കെ ഉപയോഗിച്ച് നേരെ ലൈവായിട്ട് അവരുടെ മുമ്പിൽ വന്ന് അവരെല്ലാവരെയും കൺട്രോൾ ചെയ്ത് അവരുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആ ഒരു വോട്ടിംഗ് തെരഞ്ഞെടുപ്പൊക്കെ നേരെ ഈ ലിയോണ് അനുകൂലാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോ എന്താ സംഭവം എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോഴാണ് അവളിപ്പോ നേരെ ലിയോന്റെ അടുത്തേക്ക് വന്ന് അവനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പൊ വീണ്ടും നമ്മളുടെ കങ് സിയോളിനെ കാണിക്കുകയാണെങ്കിൽ അവനാകട്ടെ എന്റെ പാരന്റ്സ് ഒക്കെ ചെറുപ്പത്തിൽ മരിച്ചു പോയ കാരണം കൊണ്ട് തനിക്ക് ആകെ കൂടിയുള്ള മുത്തശ്ശിയുടെ ഒപ്പമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മുത്തശ്ശിക്ക് വയ്യാത്ത കാരണം കൊണ്ട് തന്റേതായിട്ടുള്ള ചെലവുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി അവനിപ്പോ പാർട്ട് ടൈം ജോബുകളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു നിലയ്ക്കാണ് ഓരോ ദിവസം കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാത്രി ഫുഡ് ഡെലിവറി ചെയ്യുന്നതിനിടയിൽ എന്റെ ടീമിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു റിച്ച് പയ്യനായിട്ടുള്ള ബൂസിയാക്കൊപ്പം ഒറ്റയ്ക്ക് കൂട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കാണുന്ന അവൻ നേരെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവർ രണ്ടുപേരും ഇപ്പൊ ഒരു ബെറ്റൊക്കെ വെച്ച് നേരെ ഫുട്ബോളൊക്കെ കളിച്ച് ആ ഒരു ടൈം അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവരുടെ ഇടയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമാണ് കേട്ടോ. അങ്ങനെ അതിനൊക്കെ ശേഷം അവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് ആക്ച്വലി ഈ ഫുട്ബോളിലുള്ള കഴിവിന്റെ കാര്യത്തിലൊക്കെ കങ് ആയാലും ബൂസിയോക്ക് ആയാലും വളരെ ടാലന്റഡ് ആയിട്ടുള്ള മികച്ച രണ്ട് പ്ലെയേഴ്സ് ആണെങ്കിൽ പോലും നാഷണൽ ആയിട്ടുള്ള ഗെയിമിന്റെ കാര്യം വരുമ്പോൾ അതിലേക്കുള്ള ആ ഒരു ഫണ്ടിന്റെ ഇഷ്യൂ കാരണം കൊണ്ട് മാത്രമാണ് ബൂസിയോക്കിനെ അവർ നാഷണൽ ഗെയിംസിന് തെരഞ്ഞെടുത്തതെന്നുള്ള കാര്യവും അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ നമ്മളുടെ ഗുമിഹോയും ആ ഒരു അഹങ്കാരിയായിട്ടുള്ള ബിസിനസ് മാൻ ആയിട്ടുള്ള ലിയോനെയും കാണിക്കുകയാണെങ്കിൽ അവരിപ്പോ ഒരു 5 സ്റ്റാർ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സംസാരിക്കുമ്പോഴാണ് ആക്ച്വലി നമ്മളുടെ ഗുമിഹോന്റെ ഒരു ക്ലൈന്റ് ആണ് ഈ ബിസിനസ് മാൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മളുടെ ഗുമിഹോയുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയിട്ട് അവർ തരുന്ന പൈസയൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ മേലനങ്ങാണ്ട് പണിയെടുത്ത് സുഖമായിട്ട് ജീവിക്കാന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു മനുഷ്യനാവണം എന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയും നാളും ഇങ്ങനെയുള്ള പണക്കാരെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തിരിച്ചു കിട്ടുന്ന പൈസ വെച്ച് വളരെ ലാവിഷ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മളിപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ റിച്ച് ആൾക്കാർ പറയുന്ന ആഗ്രഹങ്ങൾക്ക് സാധിക്കണോ വേണ്ടയോ എന്നുള്ളതും അതിന്റെ പേയ്മെന്റും ഈ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഗുമിഹോ ആയിരിക്കുന്നു. മാത്രമല്ല എന്തൊക്കെ ഉണ്ടായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ താൻ ചെയ്യില്ലെന്നും അതുപോലെ ഒരാളെ കൊല്ലുന്ന പോലുള്ള മഹാപാപങ്ങളും താൻ ചെയ്യില്ലെന്നും അവളിപ്പോ പറയുന്നുണ്ട്. കാരണം ഇപ്പൊ അവൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അറിയാണ്ട് തന്നെ ആക്സിഡന്റ് ആയിട്ട് താൻ ഒരു മനുഷ്യനാവാനായിട്ട് ചാൻസ് ഉണ്ടെന്നും അത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ലെന്നും അവളിപ്പോ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല അവൾ ഇനിയിപ്പോ എങ്ങാനും ഒരാളെ കൊന്ന് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിലോ അവളുടെ മുകളിലിരിക്കുന്ന ദൈവങ്ങൾ അവൾക്ക് പണിഷ്മെന്റ് കൊടുക്കുമെന്നും അതുകൊണ്ട് അവൻ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണമെന്നുള്ളത് തന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമാണെന്നും അവളിപ്പോ അവന്റെ അടുത്ത് വ്യക്തമാക്കുന്നുണ്ട്. സോ ആക്ച്വലി നേരത്തെ നടന്ന ഒരു ബിസിനസ് മീറ്റിംഗിൽ തനിക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മുടെ ഗുമിഹയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയും അതിനൊരു പ്രതിഫലമായിട്ട് അവൾക്ക് ഒരുപാട് പൈസ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ഒരു മനുഷ്യന്റെ ജീവിതം ചെറുപ്പം മുതൽ അവസാനിക്കുന്നവരെ ഫുള്ള് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ ആണെങ്കിൽ ഒരു ഗുമിഹോ ആയ അവൾക്ക് ഫുൾ ടൈം കുറെ പൈസ കിട്ടി ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തന്റെ ജീവിതം വളരെ ലാവിഷായിട്ടാണ് അവൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവൾ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് എത്തുമ്പോൾ അവിടെ വളരെ എലഗന്റ് ആയിട്ട് ഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു പെൺകൊച്ചിനെ കാണുമ്പോൾ അവളുടെ പവേഴ്സ് വെച്ച് അതിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ദിവസം തന്റെ ഒപ്പം നല്ലൊരു ഫ്രണ്ടായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഒരു കൊച്ചിനെയും കൂട്ടി ഫുൾ ഡേ ഷോപ്പിംഗ് ഒക്കെ നടത്തി അവരങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന അതേ സമയം തന്നെ ആ ഒരു മോളിലേക്ക് ഇപ്പൊ ഒരു ഷൂ ഒക്കെ മേടിക്കാനായിട്ട് അങ്ങനെയും കൂട്ടിയിട്ട് സിയോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മുടെ കങ്ങും ഈ ഒരു ഗുമിഹോയും തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുകയും അതിലൊരു ഫോഴ്സിൽ കങ്ങ് പെട്ടെന്ന് തെറിച്ച് അപ്പത്തേക്ക് മാറി വീണു പോവുകയും ചെയ്യുന്നുണ്ട്. ഗുമിഹോ ആകട്ടെ അവളുടെ പവേഴ്സ് ഒക്കെ വെച്ച് വളരെ എനർജി ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അവനിപ്പോ ഓടിച്ചെന്ന് അവളുടെ അടുത്ത് അവൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ പവേഴ്സ് വെച്ച് നമ്മുടെ കങ്ങിന്റെയും അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന വൂ സിയോക്കിന്റെയും ഫ്യൂച്ചറൊക്കെ അവളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറായിട്ട് മാറുമെന്നും ലോകമെമ്പാടും അറിയുന്ന നല്ലൊരു പ്ലെയർ തന്നെ ആയിരിക്കുമെന്നും ഗുമിഹോ ഇപ്പോൾ അവളുടെ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല തനിക്ക് ഇങ്ങനെയുള്ള ഫ്യൂച്ചറൊക്കെ കാണാനായിട്ട് ഒരു കഴിവുണ്ടെന്നും അത് തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ലെന്നും മാത്രമല്ല കണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നടക്കുമെന്നും അവളിപ്പോ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചിയെ പോലെ താൻ സ്നേഹിച്ചിരുന്ന മറ്റേ ഗുമിഹോക്കെ ഉണ്ടാകുന്ന ആ ഒരു ഫ്യൂച്ചർ കണ്ടിട്ടും അവൾക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റാതെ ഇരുന്നതും. അങ്ങനെ ഇപ്പൊ ആ ഒരു ഫ്രണ്ടിനെ കൊണ്ട് അന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവളിപ്പോ അവളുടെ കൈയൊന്നും സ്നാപ്പ് ചെയ്തിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ നീ മറക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത്രയും നേരം നടന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ഫ്രണ്ട് ഇപ്പൊ മറന്നു പോകും.
പോകുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റുകളൊക്കെ ബ്ലിങ്ക് ചെയ്യുകയും അവളുടെ മുമ്പിലേക്ക് പേഗൺ എന്ന വലിയൊരു ഡയറ്റി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ രണ്ടുപേരിടുന്ന് സംസാരിക്കുമ്പോൾ ഇത്രയും നാള് നീ ഇങ്ങനെ പൈസ കൊണ്ട് വളരെ ലാവിഷായിട്ട് ജീവിക്കുന്നത് താൻ കണ്ടു എന്നും അങ്ങനെ ഒരു മനുഷ്യനാവാനായിട്ടാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് തന്നെ ജീവിച്ചുകൂടാ, എന്തിനാണ് ഇങ്ങനെ ഫോക്സ് ആയിട്ട് തന്നെ തുടരുന്നതെന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനുഷ്യ ജീവിതത്തിനോടുള്ള ആ ഒരു വെറുപ്പും അതേസമയം ഗുമിഹോ ആയിട്ട് അവൾ എത്രമാത്രം ലൈഫിനെ എൻജോയ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ പേഗണിപ്പോ അവളുടെ അടുത്ത് ഇനിയും നീ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ നിന്റെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്ന പോലെ അവൾ വാൺ ചെയ്യുന്നുണ്ടെങ്കിലും അവളാകട്ടെ ഇതൊന്നും അത്രയും കാര്യമാക്കാണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു രാത്രി നമ്മുടെ കാങ്സിയോളും വൂസിയാക്കും പതിവ് പോലെ തന്നെ അവരുടെ പ്രാക്ടീസിൽ ആയിരുന്നു. അന്നേരമാണ് എന്ന് അവർ രണ്ടുപേരും കളിക്കുന്നതിന്റെ ഇടയിൽ ബോളൊന്ന് തട്ടി നേരെ ചെന്ന ആ ഒരു ബോള് ഇപ്പം ഷോപ്പ് ചെയ്തെടുത്ത ആ ഒരു വലിയ കവറുകളുമായിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ഗുമിഹയുടെ തലയിൽ ചെന്ന് വീഴുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ബോൾ തിരികെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കങ്ങ് അവിടേക്ക് വരുമ്പോഴാണ് അവിടെ ആ ഒരു ബോളും പിടിച്ചിരിക്കുന്ന ഗുമിഹോനെ അവൻ കാണുന്നത്. ഇതേ നേരം തന്നെ തന്റെ തലയിലേക്ക് ഇങ്ങനൊരു പന്തിട്ട കാരണം കൊണ്ട് തന്നെ അവൾക്ക് ദേഷ്യം വന്ന് അവളിപ്പോ ആ ഒരു പന്തിനെ ഒരു ഒറ്റ എറുകൊണ്ട് നശിപ്പിച്ച് കളയുന്നുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ത്രോയില് അത് എങ്ങനെയാണ് ഇങ്ങനെ നശിച്ചു പോയതെന്ന് ആലോചിച്ച് കങ്ങിപ്പോ ഇതിനെക്കുറിച്ച് ഗുമിഹോയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ വളരെ വീക്കായിട്ടുള്ള മനുഷ്യനല്ലെന്ന് അവള് മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് എന്നെ വീക്കെന്ന് വിളിച്ച കാരണം കൊണ്ട് ശരിക്കും താൻ അത്ര വീക്കൊന്നുമല്ലെന്നും അവൻ ഒരു അത്ലറ്റ് ആണെന്നും ഇപ്പോൾ തന്നെ ആർക്കും അറിയില്ലെങ്കിലും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ താൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആവുമെന്നും അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന നമ്മുടെ ഗുമിഹോ ആകട്ടെ ഇത് നിന്റെ വെറും ഒരു തെറ്റിദ്ധാരണയാണെന്നും ശരിക്കും അതല്ല നടക്കാൻ പോകുന്നതെന്നും നേരത്തെ ആ ഒരു മോളിൽ വെച്ച് അവൾ ഫ്യൂച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതില് അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന വൂസിയോക്ക് എന്ന അവന്റെ ഫ്രണ്ടിനാണ് നാഷണൽ ആയിട്ടുള്ള ആ ഒരു ഗെയിംസിലേക്കൊക്കെ കയറി അവൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലെയറും ഒക്കെ ആവുന്നതെന്നും പാവം നമ്മുടെ കങ്ങാകട്ടെ ആരും അറിയാത്ത വെറും ഒരു പ്ലെയർ ആയി പോകുന്നും അവളിപ്പോ പറയുമ്പോൾ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചിന്തിച്ച് നിൽക്കായിരുന്നു നമ്മുടെ കങ്ങ്. പക്ഷെ ഇതേ നേരമാണ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ലിയോൺ എന്ന അഹങ്കാരിയായിട്ടുള്ള ആ ഒരു ബിസിനസ്മാൻ ആകട്ടെ അവന്റെ ആ ഒരു വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതിന്റെ സന്തോഷത്തിൽ കുടിച്ച് യാതൊരു ബോധവും ഇല്ലാണ്ട് കാർ ഓടിച്ച് റൂട്ടിൽ കൂടെ വന്നിട്ട് നമ്മളുടെ കങ്ങിനി മന്നേഷ് നടന്നു പോയിട്ടുണ്ടായിരുന്ന വൂസിയോക്കിനെ പോയിട്ട് ഇടിച്ച് അങ്ങനെ തെറിപ്പിച്ച് വീഴ്ത്തുന്നത്. അങ്ങനെ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ വൂസിയോക്കിന് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കി കങ്ങ് അവിടേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് വൂസിയോക്ക് ഇങ്ങനെ അപകടം പറ്റി താഴെ ബോധമില്ലാണ്ട് കിടക്കുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ ക്രൂരമായിട്ട് അവനെ അടിച്ചിട്ടിട്ടും ആ ഒരു കാർ നിർത്താതെ പോകുന്നത് കണ്ടിട്ട് അവൻ ആ ഒരു ഓണറിനെ നോട്ട് ചെയ്ത് അതിന് പുറകിൽ ഓടി പോകുന്നുണ്ടെങ്കിലും ആ ഒരു കാർ നിർത്താതെ അവിടെ നിന്ന് പോകുന്ന കാരണം കൊണ്ട് വേഗം തന്നെ അവൻ ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് ബൂവിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവനെ സേഫ് ആക്കിയതിനു ശേഷം കങ്ങപ്പ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ആ ഒരു ആക്സിഡന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുകയും അവനെ ഇടിച്ചിട്ടും നിർത്താതെ പോയ ആ ഒരു കാറിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഇതേ നേരം തന്നെ ഇപ്പൊ അവിടേക്ക് മുഖത്ത് കുറെ പാടുകളൊക്കെ ആയിട്ട് ഒരാൾ കടന്നു വന്നിട്ട് തലേ ദിവസം നടന്ന ആ ഒരു ആക്സിഡന്റ് തന്റെ കൈകൊണ്ട് പറ്റിയതാണെന്നും താനാണ് അറിയാണ്ട് വൂസിയോക്കിനെ അടിച്ചിട്ടതെന്നും അവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കങ്ങിനാകട്ടെ അവൻ തലേ ദിവസം കണ്ടത് ഇയാളെ അല്ലാത്തതുകൊണ്ട് തന്നെ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഇയാളല്ലെന്നും ഇവനാരെയോ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ശരിക്കും ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി ലീസിയോക്കിന് അപകടത്തിൽ പെടുത്തിയിട്ടുള്ള ആ ഒരു ലിയോനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ അവന്റെ ഡ്രൈവറിന് ഒരുപാട് പൈസ കൊടുത്ത് അദ്ദേഹത്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ആ ഒരു കുറ്റം ഏറ്റെടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു വിറ്റ്നസ് ഉള്ള കാരണം കൊണ്ട് തന്നെ അയാൾക്കിപ്പോ ഒരു ഡൗട്ട് തോന്നിയിട്ട് തനിക്ക് ആ ഒരു പൈസ വേണ്ടെന്നും താന് മൊഴി മാറ്റി പറയാൻ പോവുകയാണെന്നും ആ ഒരു ഡ്രൈവറുടെ മെസ്സേജ് കേട്ടിട്ട് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പകച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനിപ്പോ പെട്ടെന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബിസിനസ് കാർഡ് എടുത്ത് അത് ലൈറ്ററിലേക്ക് കത്തിക്കുന്നത്. കത്തിച്ച് ഉടനെ തന്നെ അവനിപ്പോ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് നേരെ ചെല്ലുന്നത് നമ്മളുടെ ഗുമിഹോയുടെ വീട്ടിലേക്കാണ്. സോ അതായത് ഗുമിഹോനെ സമ്മൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് കാർഡായിരുന്നു അത്. അങ്ങനെ ഇപ്പൊ ലിയോൺ തനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമെന്നും നിന്നെ ഈ പ്രാവശ്യം ഡബിൾ ആയിട്ട് ഞാൻ പേ ചെയ്യാമെന്നും പറഞ്ഞിട്ട് കാര്യമായിട്ട് എന്തോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കങ്ങിപ്പോ നേരെ വൂസിയോക്കിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അവിടെ അവനെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗുമിഹോനാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് നേരത്തെ ആ ഒരു ഗുമിഹയുടെ അടുത്ത് ലിയോൺ പറഞ്ഞിരുന്നത് ഫിറ്റ്നസ് ആയിട്ടുള്ള ഈ ഒരു കങ്ങിന്റെ മെമ്മറി ഇങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് രക്ഷിക്കണമെന്നായിരുന്നു. ഇനി അവളിപ്പോ അവളുടെ ആ ഒരു മാജിക് ഉപയോഗിച്ച് അവന്റെ തലേ ദിവസത്തെ മെമ്മറി എങ്ങനെയെങ്കിലും കളയാൻ നോക്കുന്ന നേരത്താണ് നേരത്തെ അവൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫ്യൂച്ചർ എൻറ്റയർലി ചേഞ്ച് ചെയ്ത് പോയെന്നും നേരത്തെ വൂസിയോക്ക് ആയിരുന്നു ഫ്യൂച്ചറിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് മാറുന്നതും എന്നാണ് ഇതിനു മുമ്പ് അവൾ കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അവന് പകരം നമ്മുടെ കങ്ങിനെയാണ് അവൾ ആ ഒരു സ്ഥാനത്ത് കാണുന്നത്. അതായത് കങ്ങിന്റെയും വൂസിയോക്കിന്റെയും ഫേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ മാറിപ്പോയിരിക്കുകയാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ വൂസിയോക്കിന് പകരം ഇനി ഫ്യൂച്ചറിൽ നാഷണൽ ലീഗിലൊക്കെ കയറി ഫേമസ് ആവാൻ പോകുന്നത്
കങ്ങാണെന്ന് സാരം. പക്ഷെ തന്റെ ഇത്രയും കൊല്ലത്തെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാരണം കൊണ്ടും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് പെട്ടെന്ന് അവൾക്കൊരു ചെസ്റ്റ് പെയിൻ വരികയും പേഗൺ അവളെ വോൺ ചെയ്ത കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വരികയും അവൾ അൺകോൺഷ്യസ് ആയിട്ട് താഴേക്ക് വീഴുകയും ചെയ്യുമ്പോൾ അവളെ ഓടി വന്ന് പിടിക്കുന്ന അവളുടെ കങ്ങനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ തീരെയാണ്. സോ ഒരു ഭാഗത്ത് തനിക്കൊരിക്കലും മനുഷ്യനാവണ്ട എന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ ഗുമിഹോ, മറ്റൊരു ഭാഗത്ത് ഫെയ്ത്ത് എല്ലാം മാറിപ്പോയിട്ടുള്ള നമ്മളുടെ കങ്ങും. അങ്ങനെ ഇനി എന്തൊക്കെയാണ് ഇവരുടെ പരസ്പരമുള്ള ലൈഫിൽ ഉണ്ടാവുന്നതെന്നും ഗുമിഹോയുടെ ആ ഒരു ഇൻഫ്ലുവൻസിൽ കങ്ങിന് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.